ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. നമ്മുടെ സർവീസ് ടീച്ചേഴ്സിനുള്ള കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് വന്നു. അത് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൽ പല അധ്യാപകരും അപ്ലൈ ചെയ്തു എന്നല്ലാതെ അതിൻ്റെ ഫോളോ അപ്സുകളൊക്കെ നടത്താൻ അല്ലേ, എങ്ങനെയാണ് ഒരു കോച്ചിങ് എടുക്കുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലുള്ള പഠനങ്ങളാണ് നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂസ്ഡ്. ഓൾറെഡി അപ്ലൈ ചെയ്തതിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയവരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, അപ്ലൈ ചെയ്തവർക്ക് അത് കറക്ഷൻ വരുത്താനുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷാഭവൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷാഭവനായിട്ട് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ പരീക്ഷ ഇനി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വരും. നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും സാധാരണ നോട്ടിഫിക്കേഷൻ വന്നു 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം നടക്കാറുണ്ട്. ഈ പ്രാവശ്യമാണ് അതിൻ്റെ ഒരു ഡേറ്റ് നമുക്ക് ലഭിക്കാത്തത്. ഏതായാലും നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഒരുപാട് വർഷങ്ങളായി ടച്ചൊക്കെ നഷ്ടപ്പെട്ട എക്സാമിനെ കുറിച്ച് പല അധ്യാപകരും വിളിക്കുമ്പോൾ പറയുന്നത്, നമ്മൾ പണ്ട് ഒരുപാട് എടുത്തിരുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ടച്ചില്ല, അതല്ലെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അല്ല, അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി എടുത്ത സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണിത്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു കേട്ടറ്റ് ഫസ്റ്റ് ട്രൈ അല്ലേ, ആദ്യത്തെ അറ്റംപ്റ്റിൽ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം. നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഫോർമുല ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത കേട്ടറ്റ്, നിങ്ങൾ ഏത് കേട്ടറ്റാണോ അടുത്തത് എഴുതാൻ പോകുന്നത് അതിൽ തന്നെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എജുബിൾസ് ലേണിംഗ് കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പലരും നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അവർ നമ്മളെ വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ഞങ്ങളുടെ എജുബിൾസ് ലേണിങ്ങിൻ്റെ ഞങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ആ രീതിയിൽ അവരെ പോലെ കേട്ടറ്റ് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുക്കുന്ന കോച്ചിങ്ങുകളൊക്കെ നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും കാറ്റഗറി 1, 2, 3, 4 എല്ലാ ഇതിലും, അതുപോലെ തന്നെ 4ൽ അറബിയാണ്, 3ൽ നമ്മൾ സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷും ആണ് നിലവിൽ കോച്ചിങ് കൊടുക്കുന്നത്. അതുപോലെ കാറ്റഗറി 1ഉം 2ൽ നമുക്കറിയാം സോഷ്യൽ സയൻസ് എടുക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഓൾറെഡി നമ്മളൊരു ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കണക്ട് ചെയ്യുക. തീർച്ചയായിട്ടും വളരെ അഫോർഡബിൾ ആയ രീതിയിൽ, എന്നാൽ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി സിലബസ് അനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല എജുബിൾസ് ലേണിങ്ങിൻ്റെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ കോച്ചിങ്, അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ പഠനം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പ്രധാനമായിട്ടും അടുത്ത കേട്ടറ്റിലേക്ക് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? നമ്മളെപ്പോഴും കുട്ടികളെ, ടീച്ചേഴ്സ് അല്ലേ, നമ്മൾ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനി എക്സാമിൽ ഓരോ ദിവസവും നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ്. ഈ ഓരോ ദിവസവും ഇന്ന്, ഇന്നലെ, നാളെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോൾ അതിനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ദിവസവും നമുക്കറിയാം, നിങ്ങൾ കേട്ടറ്റ് എക്സാമിന് 150 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ഈ 150 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ സൈക്കോളജി അല്ലേ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി വരും, അല്ലെങ്കിൽ അഡോളസൻറ്റ് സൈക്കോളജി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ കാറ്റഗറി 1 ആണെങ്കിൽ EVS, മാത്സ്, അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് കൂടാതെ ലാംഗ്വേജ് വരുന്നുണ്ട്. ഇനി 2 ആണെങ്കിൽ തന്നെ അവിടെ സോഷ്യൽ എഴുതുന്നവരുണ്ട്, സയൻസും മാത്സും എഴുതുന്നവരുണ്ട്, അവരുടെ സബ്ജക്റ്റുകൾ. അതിന് പുറമെ 2 ലാംഗ്വേജുകൾ. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 150 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരിക. അപ്പോൾ ഈ എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ പഠനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ, നമ്മൾ പഠിക്കുന്ന സ്റ്റഡി പ്ലാനിൽ ഓരോന്നിനും കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കാം.
സൈക്കോളജി പലരും പറയുന്നത് സൈക്കോളജി ടഫാണ്, അല്ലെ പെഡഗോജി കുറച്ചുകൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ചില ക്വസ്റ്റ്യൻസ് ചിലത് നമ്മൾ നന്നായിട്ട് പഠിക്കണം, എന്നാലും സൈക്കോളജി അതിൻ്റെ തിയറീസ്, ലേണിംഗ് തിയറീസ്, ഡെവലപ്മെൻറ്റൽ തിയറീസ്, ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ ഇതെല്ലാം ഒരു പ്രയാസമായിട്ട് തോന്നും. പക്ഷേ എഡ്യൂബിൾസ് ലേണിംഗ് നിങ്ങൾക്ക് ഈ സൈക്കോളജിക്ക് ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെ, എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏതൊക്കെ ഹോട്ട് ടോപ്പിക്കുകളാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി. കാരണം എന്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് 1-2 മണിക്കൂർ, നിങ്ങൾക്കിപ്പോൾ തിരക്കുള്ള ജോലിയുള്ള ദിവസങ്ങളിൽ അതിനനുസരിച്ച് സമയം കൊടുക്കുക. വീക്കെൻഡുകളിൽ അതുപോലെ തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ അല്ലേ, എക്സാം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയം ലഭിക്കും. ഈ സമയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തത് വേണ്ടത് സ്മാർട്ട് പ്രാക്ടീസ് ആണ്. എന്താണ് സ്മാർട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ടോപ്പിക്കുകളൊക്കെ വീഡിയോസ് കാണുന്നു, അതുപോലെ തന്നെ നോട്ട്സുകൾ വായിക്കുന്നു, എന്നാൽ ഇത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കുകളും നമ്മൾ എക്സാം പോലെ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് എക്സാം ഹാളിൽ നമ്മൾ പ്രയാസപ്പെടും. നമ്മൾ പഠിക്കുന്നതും എക്സാം ഹാളിൽ പെർഫോം ചെയ്യുന്നതും രണ്ടാണ്. ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം, നമ്മൾ ഒരുപാട് വീഡിയോസ് കേൾക്കുന്നു, എന്നിട്ട് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്കതെല്ലാം എഴുതാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും എക്സാം ഹാളിൽ നിന്ന് ഞാൻ ഒക്കെ നോക്കിയതായിരുന്നല്ലോ, കിട്ടുന്നുണ്ട് എൻ്റെ അല്ലേ, വളരെ അല്ലേ ഭയങ്കര എന്താ പറയുക, ഒന്നാലോചിച്ചാൽ കിട്ടാവുന്നതാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് ഒരു സ്മാർട്ട് പ്രാക്ടീസിങ് ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ട്. നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് പഠിക്കുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിൻ്റെയും ഓരോ ക്ലാസ്സിൻ്റെയും ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ, അതായത് ഓരോ ടോപ്പിക്കിലും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 60 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ ആദ്യത്തെ ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മളെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒരു 15 ദിവസം കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അവസാനത്തെ 15 ദിവസം തീവ്രമായിട്ട് അല്ലേ നമ്മൾ മോഡൽ എക്സാമുകളൊക്കെ ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു 30-40 ദിവസത്തിനുള്ളിൽ നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്യണം. പിന്നെ അവസാനത്തെ സമയങ്ങളാണ് നമ്മൾ പ്രാക്ടീസിന് കൂടുതൽ കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോട് കൂടെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം അത് നമുക്ക് മനസ്സിലായി എന്ന് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ളൊരു സ്മാർട്ട് പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത് നമ്മുടെ മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരുപാട് കാലമായി പരീക്ഷകൾ എഴുതിയിട്ട് നമ്മൾ വിജയിക്കുമോ ഇല്ലയോ ഇതിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരാതെ ഉറപ്പായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കേട്ടിട്ട് നമ്മൾ ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിലുള്ള മൈൻഡ് നമ്മളിലേക്ക് വരും. നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നമ്മൾ ഉറപ്പായിട്ടും അടുത്ത കേട്ടിട്ട് എനിക്ക് ലഭിക്കുമെന്ന ലക്ഷ്യം, ആ ഒരു എന്താ പറയുക, അത് തന്നെ ആയിരിക്കണം നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സാമിനോടനുബന്ധിച്ച് അല്ലേ, എക്സാം എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇത് കവർ ചെയ്യുന്നു, സിലബസ് കവർ ചെയ്യുന്നു, നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യുന്നു, നമ്മൾ പതിയെ നമ്മുടെ മനസ്സതിലേക്ക് പാകപ്പെട്ട് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ എക്സാമിനോട് അടുത്തിട്ടുള്ള ആ ആഴ്ചകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നന്നായിട്ട് അറ്റൻഷൻ കൊടുത്ത് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജോലി തിരക്കോ മറ്റുള്ള തിരക്കുകളോ കുടുംബം അല്ലേ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, നിങ്ങളുടെ ശ്രദ്ധ അതിലായിരിക്കും പലപ്പോഴും. കാരണം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലരും ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി. എന്തുകൊണ്ട്? നമ്മളുടെ എന്തോ ഒരു ശ്രദ്ധക്കുറവ് നമ്മൾ അതിൽ വരുത്തിയത് കൊണ്ടാണ്. എന്നാൽ ഇത് പതിയെ മാറി നമ്മൾ പൂർണ്ണമായ നമ്മുടെ അറ്റൻഷൻ അതിലേക്ക് വരണം. എന്നാൽ ഉറപ്പായിട്ടും നമുക്ക് കേട്ടറ്റ് എക്സാം നേടിയെടുക്കാൻ പറ്റും. സോ ഇന്ന് നിങ്ങളോട് പറയും, ഈ 3 കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിക്ടറി അല്ലേ കേട്ടറ്റ് എക്സാം നിങ്ങൾക്കുള്ളതാണ്.
അപ്പോൾ നമ്മളിത് വെറുതെ പറയല്ല, ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിതിൻ്റെ സിലബസ് ആദ്യമായിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം 150 സൈക്കോളജി, ലാംഗ്വേജ്, സബ്ജക്റ്റുകൾ, ഈ 3 ഏരിയകൾ, ഇതിന് 3 ഏരിയകൾക്കും പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ കൃത്യമായൊരു മെൻറ്റർഷിപ്പും സ്റ്റഡി പ്ലാനും നമുക്കുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് നേടിയെടുക്കാം. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിലോ, നമ്മൾ എത്ര അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നമ്മൾ ഇതൊന്ന് എന്താ പറയുക, ഈ ഒരു സമയം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും. സോ അതുകൊണ്ടാണ് എജുബ്ലിസ് ലേണിങ്ങിനെ പോലെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേട്ടറ്റ് എക്സാം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അല്ലേ, നമുക്ക് ഓൾറെഡി നമ്മൾ ഒരുപാട് തയ്യാറാണ്, കൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു, എന്നാൽ ഉറപ്പായിട്ടും നമുക്കത് നേടിയെടുക്കാം. സോ നമ്മുടെ കോഴ്സിലേക്ക്, അതായത് അടുത്ത സർവീസ് ടീച്ചേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.